സോ ഇനി ഫോർത്ത് മൊഡ്യൂൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർത്ത് മൊഡ്യൂള് റോക്സിനെ പറ്റിയാണ് ഉള്ളത്. സോ റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ നത്തിങ് ബട്ട് നാച്ചുറൽ സോളിഡ് മാസീവ് അഗ്രിഗേറ്റ് ഓഫ് മിനറൽസ് ഫോമിംഗ് ദി ക്രസ്റ്റ് ഓഫ് ദി എർത്ത്. നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിലുള്ള മാസീവ് അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റോക്കിനെ പറ്റി നമ്മൾ പഠിക്കുന്ന ജിയോളജിയുടെ ബ്രാഞ്ച് ഏതാണ്? പെട്രോളജി. ഇനി on the basis of rocks are divided into mainly മൂന്ന് ഗ്രൂപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇഗ്നീഷ്യസ് റോക്സ്, സെഡിമെന്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഇഗ്നീഷ്യസ് റോക്സ് ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ ദാറ്റ് ഈസ് മാഗ്മ അഥവാ ലാവയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈ ലാവയൊക്കെ സോളിഡിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഇഗ്നീഷ്യസ് റോക്സ് ഉണ്ടാവുന്നത്. സെഡിമെന്ററി റോക്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? by the accumulation, compaction and consolidation of sediments. Sediments എന്ന് പറയുന്നത് end products of weathering ആണ്. Metamorphic rocks എന്ന് പറയുന്നത് എന്താണ്? Pre-existing igneousഉം sedimentary rocksലൊക്കെ എന്തെങ്കിലും മെറ്റാമോർഫിക് പ്രോസസ്സസ് നടന്നിട്ടാണ് മെറ്റാമോർഫിക് റോക്സ് ഉണ്ടാവുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇത് റോക്ക് സൈക്കിൾ വഴി പറഞ്ഞു തരാം. സോ ഇതിന്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാഗ്മ കൂൾ ചെയ്തിട്ടാണ് ഇഗ്നീഷ്യസ് റോക്സ് ഉണ്ടാവുന്നത്. ഇഗ്നീഷ്യസ് റോക്സ് മെൽറ്റ് ആവുമ്പോൾ തിരിച്ച് മാഗ്മയാവും. ഇഗ്നീഷ്യസ് റോക്സിന് വെതറിങ്ങും ഇറോഷനും നടക്കുമ്പോൾ നമുക്ക് സെഡിമെന്റ്സ് കിട്ടും. സെഡിമെന്റ്സ് സമയം കഴിയുന്തോറും കോമ്പാക്ഷനും സിമെന്റേഷനും ഒക്കെ നടന്നിട്ട് സെഡിമെന്ററി റോക്സ് ആവും. സെഡിമെന്ററി റോക്സ് പിന്നെയും വെതർ ചെയ്തിട്ട് എന്താവും? സെഡിമെന്റ്സ് ആവും. ഓക്കെ, ഇനി സോ ഇഗ്നീഷ്യസ് റോക്സും സെഡിമെന്ററി റോക്സും ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി ഇഗ്നീഷ്യസ് റോക്സിന് വെരി ഹൈ ഹീറ്റും പ്രഷറും നമ്മൾ കൊടുക്കുമ്പോൾ അത് മെറ്റാമോർഫിക് റോക്സ് ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഇനി സെഡിമെന്ററി റോക്സിനും അതേപോലെ തന്നെ ഹൈ ഹീറ്റും പ്രഷറും നൽകുമ്പോൾ മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാവും. അതാണ് പറഞ്ഞത്, എക്സിസ്റ്റിംഗ് ഇഗ്നീഷ്യസ് അഥവാ സെഡിമെന്ററി റോക്സിൽ എന്തെങ്കിലും മെറ്റാമോർഫിക് പ്രോസസ് നടക്കുമ്പോഴാണ് നമുക്ക് മെറ്റാമോർഫിക് റോക്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇഗ്നീഷ്യസ് റോക്ക് ആണ്. ഇനി what is igneous rocks? Rocks that are formed from hot molten material അഥവാ മാഗ്മയിൽ നിന്ന് ഉണ്ടാവുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. ഈ മോൾട്ടൺ മാഗ്മ എന്ത് ചെയ്യും? കൂൾ ചെയ്ത് പിന്നെ ക്രിസ്റ്റലൈസേഷൻ ഒക്കെ നടന്നിട്ടാണ് ഇഗ്നീഷ്യസ് റോക്സിലേക്ക് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, സോ മാഗ്മ എന്താണെന്ന് അറിയാം. നമ്മുടെ ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ ഒക്കറിങ് നാച്ചുറലി ബിലോ ദി സർഫസ് ഓഫ് ദി എർത്തിനെയാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, വോൾക്കാനിക് ഇറപ്ഷനിലൂടെ പുറത്ത് വരുന്നതിനെയാണ് നമ്മൾ ലാവ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂളിങ്ങും ക്രിസ്റ്റലൈസേഷനും നടന്നിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. ഇനി ഇഗ്നീഷ്യസ് റോക്സിനെ എഗെയിൻ 3 ഗ്രൂപ്പ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വോൾക്കാനിക് റോക്സ്, പ്ലൂട്ടോണിക് റോക്സും ഹൈപ്പർ ബസാൽ റോക്സും. അതിന്റെ ഒരു പിക്ചോറിയസ് റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ലൈക്ക് മാഗ്മ ഈ വോൾക്കാനിക് ഇറപ്ഷനിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ലാവ. ഏറ്റവും മുകളിൽ വരുന്നത് വോൾക്കാനിക് റോക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വി ഹാവ് ഹൈപ്പർ ബസാൽ. ഏറ്റവും താഴെ വരുന്നതാണ് പ്ലൂട്ടോണിക് റോക്സ്. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നായിട്ട് നോക്കാം. വോൾക്കാനിക് റോക്സ് എന്താണ്? അവരുടെ സൈസ് എന്ന് പറയുന്നത് 1 mm ആണ് യൂഷ്വലി അവരുടെ സൈസ്. 1 mm അല്ലെങ്കിൽ അതിന് താഴെയായിരിക്കും വോൾക്കാനിക് റോക്സിന്റെ സൈസ് എന്ന് പറയുന്നത്. These are the igneous rocks formed on the surface of the earth by cooling and crystallization of lava erupted from volcanoes. വോൾക്കാനോസിന് പുറത്ത് വരുന്ന ലാവയുടെ കൂളിങ്ങും ക്രിസ്റ്റലൈസേഷനും നടക്കുമ്പോഴാണ് നമുക്ക് വോൾക്കാനിക് റോക്സ് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ സൈസ് 1 mm അതിൽ താഴെയായിരിക്കും. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ബിക്കോസ് ലാവ കൂൾസ് ഡൗൺ അറ്റ് എ വെരി ഫാസ്റ്റ് റേറ്റ്. ലാവ പെട്ടെന്ന് കൂൾ ആവുന്നത് കൊണ്ടാണ് ഈ വോൾക്കാനിക് റോക്സിന്റെ സൈസ് വളരെ ചെറുതായിട്ടിരിക്കുന്നത്. സി
മോളിക്യൂൾസിനൊക്കെ കുറച്ചധികം സമയം വേണം ഈ ക്രിസ്റ്റലൈസേഷൻ ചെയ്യാനും അതിന്റെ സെന്ററിലേക്ക് എത്താനും. പക്ഷെ ലാവ പെട്ടെന്ന് കൂൾ ചെയ്യുന്നതുകൊണ്ട് ഈ മോളിക്യൂൾസിന് ക്രിസ്റ്റലൈസേഷന്റെ സെന്ററിലേക്ക് എത്താനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? ക്രിസ്റ്റൽസ് വിൽ ഓൺലി കണ്ടെയ്ൻ എ ഫ്യൂവർ മോളിക്യൂൾസ്. ക്രിസ്റ്റൽസിന്റെ നടുക്കോട്ട് വരാനുള്ള സമയം ഇവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ക്രിസ്റ്റൽസിൽ കുറച്ച് മോളിക്യൂൾസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരുടെ സൈസ് വളരെ ചെറുതായി പോകുന്നത്. ആൻഡ് cooling of lava takes place on the surface or even under waters of seas and oceans. ഓഷൻസിന്റെ അകത്തും വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ആ സമയത്തുള്ള കാര്യമാണ് ഈ ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സോ മനസ്സിലായാലും വോൾക്കാനിക് റോക്സ് ആയിരിക്കും ആദ്യം ഫോം ചെയ്യുന്നത്. അവരുടെ സൈസ് വളരെ ചെറുതായിരിക്കും. കാരണം ലാവ പെട്ടെന്നായിരിക്കും കൂളാവുന്നത്. സോ പെട്ടെന്ന് കൂളാവുന്നത് കൊണ്ട് തന്നെ ക്രിസ്റ്റലൈസേഷനുള്ള പ്രോപ്പർ സമയം, ലൈക്ക് ക്രിസ്റ്റലൈസേഷന്റെ സെന്ററിലേക്ക് എത്താനുള്ള സമയം മോളിക്യൂൾസിന് കിട്ടാത്തത് കൊണ്ട് തന്നെ അവരുടെ സൈസ് വളരെ ചെറുതായിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്ലൂട്ടോണിക് റോക്സ് ആണ്. ഓക്കെ, വോൾക്കാനിക് റോക്സ് കുറച്ച് ഡെപ്തിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി പ്ലൂട്ടോണിക് റോക്സ് ആണെങ്കിലോ, ദീസ് ആർ റോക്സ് ഫോംഡ് അറ്റ് എ കൺസിഡറബിൾ ഡെപ്ത് ആണ്. ഒരു 7 to 10 kilometer ബിലോ ദി എർത്ത് സർഫസ് ആയിരിക്കും ഉണ്ടാവുക. ഈ വോൾക്കാനിക് റോക്സ് എവിടെയാണ് കണ്ടുവരുന്നത്? എർത്തിന്റെ സർഫസിലാണ് ഈ കണ്ടുവരുന്നത്. ഓക്കെ, പ്ലൂട്ടോണിക് റോക്സോ, പ്ലൂട്ടോണിക് റോക്സ് എർത്തിനേക്കാളും 7 to 10 kilometer താഴെയാണ് പ്ലൂട്ടോണിക് റോക്സ് കണ്ടുവരുന്നത്. റോക്സ് റിസൾട്ടിംഗ് ഫ്രം മാഗ്മ is coarse grained because of very slow rate of cooling. So ഈ സെൻസിൽ തന്നെ മനസ്സിലായി മാഗ്മയുടെ കൂളിംഗ് കാരണമാണ് പ്ലൂട്ടോണിക് റോക്സ് ഉണ്ടാവുന്നത്. മാഗ്മ എർത്തിന്റെ സർഫസിന്റെ താഴെ ഉള്ളപ്പോഴാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. പുറത്തേക്ക് വരുമ്പോൾ ലാവയാവും. സോ എർത്തിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ മാഗ്മയ്ക്ക് കൂളാവാൻ ഒത്തിരി സമയം എടുക്കും. ഒത്തിരി സമയം കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാ മോളിക്യൂൾസിനും ക്രിസ്റ്റൽസിന്റെ സെന്ററിലേക്ക് എത്താൻ സഫിഷ്യന്റ് ടൈം കിട്ടുന്നത് കൊണ്ട് പ്ലൂട്ടോണിക് റോക്സിന്റെ സൈസ് നല്ല വലുതായിരിക്കും. ഓക്കെ, അവരുടെ സൈസ് എന്ന് പറയുന്നത് ഒരു എബവ് 5 mm ഒക്കെ ആയിരിക്കും പ്ലൂട്ടോണിക് റോക്സിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലൂട്ടോണിക് റോക്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആണ്. നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, ഗ്രാനൈറ്റ് ആണ് പ്ലൂട്ടോണിക് റോക്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, വോൾക്കാനിക് റോക്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബസാൾട്ട് എന്ന് പറയാം. ഓക്കെ, ബസാൾട്ട് ആണ് വോൾക്കാനിക് റോക്കിന്റെ എക്സാമ്പിൾ. നിങ്ങൾ എക്സാമ്പിൾ ഓർത്ത് വെക്കണം. പ്ലൂട്ടോണിക്കിൻ്റെത് ഗ്രാനൈറ്റും വോൾക്കാനിക്കിൻ്റെത് ബസാൾട്ടും ആണ്. നൗ കമ്മിങ് ഓൺ ടു ഹൈപ്പർബസാൽ റോക്സ് ആണ്. ഈ റോക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ക്രിസ്റ്റലൈസേഷൻ മാത്രമേ നടക്കാറുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ഇവരൊരു ഇന്റർമീഡിയറ്റ് ഡെപ്തിലായിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. ആൻഡ് ഈ രണ്ട് എക്സ്ട്രീം കേസസിന്റെ നടുക്കാണല്ലോ ഈ ഹൈപ്പർബസാൽ റോക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 1 to 5 mm ഇടയ്ക്കായിരിക്കും. വോൾക്കാനിക്കിന്റെ ലെസ് ദാൻ 1 ആയിരുന്നു, പ്ലൂട്ടോണിക്കിന്റെ ഗ്രേറ്റർ ദാൻ 5 ആയിരുന്നു. ഹൈപ്പർബസാലിൻ്റെത് 1-ന്റെയും 5-ന്റെയും ഇടയ്ക്കാണ് അവരുടെ സൈസ് ഉണ്ടാവുന്നത്. ഇറ്റ് ഇസ് ഫോംഡ് അറ്റ് എ ഇന്റർമീഡിയറ്റ് ഡെപ്ത് ജനറലി അപ് ടു 2 kilometer below the surface of the earth. ഹൈപ്പർബസാലിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് പോർഫിറീസ് ആണ്. PORPHYRIES. അതാണ് ഹൈപ്പർബസാൽ റോക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഇഗ്നീഷ്യസ് റോക്സിന്റെ മെയിൻ ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നീഷ്യസ് റോക്സിന്റെ കമ്പോസിഷനെ പറ്റിയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ കമ്പോസിഷൻ ആണ്. സോ ഇറ്റ് ഷോസ് എ ഗ്രേറ്റ് വേരിയേഷൻ ഇൻ കെമിക്കൽ കമ്പോസിഷൻ. ദർ ഇസ് നോ സ്ട്രിക്റ്റ് ജനറലൈസേഷൻ ഇസ് പോസിബിൾ. ഓക്കെ, ഒരു സ്ട്രിക്റ്റ് ജനറലൈസേഷൻ പോസിബിൾ അല്ല. കാരണം ഇഗ്നീഷ്യസ് റോക്സിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മിനറൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടായിരിക്കുന്നത് സിലിക്ക ആയിരിക്കും. 59% സിലിക്ക ആയിരിക്കും. ഫോളോഡ് ബൈ അലുമിന, പിന്നെ വരുന്നത് ഫെറസ് ഓക്സൈഡ് ആണ്. ബാക്കിയെല്ലാം മൈനർ കണ്ടന്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. സോ ഫ്രം ദി അബൌവ് ടേബിൾ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് സിലിക്ക ഇസ് ദ ഡോമിനന്റ് കോൺസ്റ്റിറ്റ്വന്റ് ഓഫ് ഇഗ്നീഷ്യസ് റോക്ക്. സോ ഇഗ്നീഷ്യസ് റോക്കിന്റെ കെമിക്കൽ കമ്പോസിഷൻ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ടത് 59 to 60% സിലിക്കയാണ്. സോ ഇഗ്നീഷ്യസ് റോക്സിന്റെ മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് സിലിക്ക, ദാറ്റ് ഈസ് SiO2. ഇനി അതിന്റെ
മിനറോളജിക്കൽ കമ്പോസിഷൻ എന്താ നോക്കാം. ഇഗ്നീഷ്യസ് റോക്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി അബണ്ടൻസ് ഓഫ് ഓൺലി എ ഫ്യൂ മിനറൽസ് ആണ്. ഫെൽസ്പാർ നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചതാണ്. ഫെൽസ്പാർ, പൈറോക്സീൻസ് ഇൻ ആംഫിബോൾസ്, ക്വാർട്സ്, ബയോടൈറ്റ്. നമ്മൾ ടൈറ്റാനിയം ആക്സസറി മിനറൽസും മാത്രമാണ് തോന്നുന്നു പഠിക്കാത്തത്. പിന്നെ അപ്പറ്റൈറ്റും. ഈ ഫെൽസ്പാർ, പൈറോക്സീൻ, ആംഫിബോൾസ്, ക്വാർട്സ്, ബയോടൈറ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എല്ലാത്തിലും ഓർമ്മയുണ്ടോ? നമ്മൾ എല്ലാത്തിന്റെയും ജനറൽ ഫോർമുല എഴുതുന്ന സമയത്ത് SiO ഉണ്ടായിരുന്നു. അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ നമ്മൾ SiOന്റെ റേഷ്യോയിൽ പറയുമായിരുന്നു അല്ലെ. സോ അതൊക്കെ ഇഗ്നീഷ്യസ് റോക്സിൽ ഉണ്ടാവുന്ന ഇഗ്നീഷ്യസ് റോക്സിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞതാ. സോ ആ കാര്യം ജസ്റ്റ് ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. മിനറോളജിക്കൽ കമ്പോസിഷനിൽ ഫെൽസ്പാർ ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. 60% ഫെൽസ്പാർ ആണ് കണ്ടുവരുന്നത്. സി from the above table, it is evident that most common mineral of igneous rocks are feldspar, amphiboles, pyroxenes and quartz. ഈ 4 എണ്ണവും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മൊഡ്യൂൾ 3 നോക്കിയതാണ്. കെമിക്കൽ കമ്പോസിഷനിൽ SiO2 ആണ് കൂടുതൽ. മിനറോളജിക്കൽ കമ്പോസിഷനിൽ ഫെൽസ്പാർ, ആംഫിബോൾസ്, പൈറോക്സീൻ ആൻഡ് ക്വാർട്സ്. Now moving on to texture of igneous rock. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലോടി വരുന്നത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പുറമെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഉള്ളൊരു പുറമേ ഉള്ള ഫിസിക്കൽ അപ്പിയറൻസിനെയാണ് നമ്മൾ യൂഷ്വലി കോമൺ ലാംഗ്വേജിൽ ടെക്സ്ചർ എന്ന് പറയാറ് അല്ലേ. ഇറ്റ് ഈസ് ആക്ച്വലി ദ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഓഫ് ഡിഫറെന്റ് mineralogical constituents in a rock. That is, in other words, it denotes the size, shape, arrangement of different constituents in the rocks. നമ്മൾ നോർമൽ ലാംഗ്വേജിൽ പറയുന്ന പോലെ തന്നെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ടെക്സ്ചർ സ്മൂത്ത് ആണോ, റഫ് ആണോ, കളർ എങ്ങനെയാണ്, ലസ്റ്റർ എങ്ങനെയാണ്, അതിന്റെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്, ഇതൊക്കെയാണ് അതിന്റെ ടെക്സ്ചർ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി what are the factors explaining the textures? First one, degree of crystallization. ക്രിസ്റ്റലൈസേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോ? വോൾക്കാനിക് റോക്സിലെ ക്രിസ്റ്റലൈസേഷന് പ്രോപ്പർ ടൈം കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ പ്ലൂട്ടോണിക് റോക്സിൽ ഇഷ്ടം പോലെ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. സോ ആ ഡിഗ്രി ഓഫ് ക്രിസ്റ്റലൈസേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹോളോ ക്രിസ്റ്റലൈൻ, ഹോളി ഹൈലൻ ആൻഡ് മീറോ ക്രിസ്റ്റലൈൻ. ഹോളി ക്രിസ്റ്റലൈൻ എന്താന്ന് നോക്കാം. ഇവിടെ ദ കോൺസ്റ്റുവന്റ് മിനറൽസ് ആർ ഡിസ്റ്റിങ്ക്ട്ലി ക്രിസ്റ്റലൈസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ എത്ര മിനറൽസ് ഉണ്ടോ ആ ഓരോ മിനറൽസും സെപ്പറേറ്റ് ആയിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഹോളോ ക്രിസ്റ്റലൈൻ എന്ന് പറയും. ഇനി ഹോളോ ഹൈലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ദി കോൺസ്റ്റുവൻസ് ആർ വെരി ഫൈൻ ഇൻ സൈസ് ആൻഡ് ഗ്ലാസി ഓർ നോൺ ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, എല്ലാ കോൺസ്റ്റുവന്റ് സൈസും വളരെ ചെറുതായിരിക്കും ആൻഡ് അവരൊക്കെ നോൺ ക്രിസ്റ്റലൈൻ നേച്ചറിലായിരിക്കും ഉണ്ടാവുക. ഇനി മീറോ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാലോ അതൊരു ഇന്റർമീഡിയറ്റ് ടൈപ്പ് ആണ്. ഓക്കെ, സം മിനറൽസ് ക്രിസ്റ്റലൈസ്ഡ് ആയിരിക്കും, ചിലതൊന്നും ക്രിസ്റ്റലൈസ്ഡ് അല്ലായിരിക്കും. ക്രിസ്റ്റലൈസ്ഡ് അല്ലാത്തവരെയാണ് നമ്മൾ ലൈക്ക് ഓഫ് ഗ്ലാസി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ഹോളോ ക്രിസ്റ്റലൈന്റെയും ഹോളോ ഹൈലിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു പുള്ളിയാണ് മീറോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. സോ ഹോളോ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കോൺസ്റ്റുവൻസും സെപ്പറേറ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി ക്രിസ്റ്റലൈസ്ഡ് ആയിരിക്കും. ഹോളോ ഹൈലൻ എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും അതിന്റെ മിനറൽ കോൺസ്റ്റുവൻസ് ഉണ്ടാവുന്നത്. ഇനി മീറോ ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് ചിലത് ക്രിസ്റ്റലൈസ്ഡ് ആയിരിക്കും, ചിലത് നോൺ ക്രിസ്റ്റലൈസ്ഡ് ആയിരിക്കും. ഈ ക്രിസ്റ്റലൈസ്ഡ് എന്താന്നുള്ളത് മറന്നുപോയോ? നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചാണ്. ആറ്റംസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. സോ ജസ്റ്റ് അതൊന്ന് ഓർക്കുക. നൗ സി, ഇവിടെ 3 പടം കൊടുത്തിട്ടുണ്ട്, അതിന് നല്ലോണം മനസ്സിലാവും. ഹോളോ ക്രിസ്റ്റലൈൻ കണ്ടോ? നല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ക്രിസ്റ്റലൈസേഷൻ നടന്നിട്ടുണ്ട്. ഹോളി ഹൈലൈനിൽ അങ്ങനെ ഒന്നുമില്ല, കുറച്ച് ഗ്ലാസി പോലാണ് ഇരിക്കുന്നത്. മീറോ എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക. ഇനി സെക്കൻഡ് വൺ, സോ ഡിഗ്രി ഓഫ് ക്രിസ്റ്റലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ടെക്സ്ചർ ഫസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യും ഡിഗ്രി ഓഫ് ക്രിസ്റ്റലൈസേഷനെ. സെക്കൻഡ് വൺ, ഗ്രാനുലാരിറ്റി. ഗ്രാനുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രെയിൻ സൈസ് ആണ്. ഓക്കെ, ഒരു റോക്കിന് വേരിയസ് കമ്പോണൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ ഗ്രെയിൻ സൈസിനെയാണ് നമ്മൾ ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത്.
നമ്മൾ ഈ വാക്ക് എല്ലാവർക്കും അറിയാം. ബേസ്ഡ് ഓൺ ഗ്രാനുലാരിറ്റി നമുക്ക് കോഴ്സ് ഗ്രെയിൻഡ്, മീഡിയം ഗ്രെയിൻഡ്, ഫൈൻ ഗ്രെയിൻഡ് എന്ന് പറയാൻ പറ്റും. കോഴ്സ് ഗ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ സൈസ് എബവ് 5 mm ആയിരിക്കും, നമ്മുടെ നീക്കഡ് ഐ വെച്ച് കാണാൻ പറ്റും. മീഡിയം ഗ്രെയിൻഡ് എന്ന് പറയുന്നത് 1-ന്റെയും 5-ന്റെയും ഇടയ്ക്കായിരിക്കും. ഓക്കെ, മാഗ്നിഫൈങ് ലെൻസ് വെച്ച് നമുക്ക് കാണാൻ പറ്റും. ഫൈൻ ഗ്രെയിൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. സോ ഈ ഫൈൻ ഗ്രെയിൻഡ് ആണ് നമ്മുടെ വോൾക്കാനിക്, കോഴ്സ് ഗ്രെയിൻഡ് ആണ് നമ്മുടെ പ്ലൂട്ടോണിക്കും, ഹൈപ്പർ ബസാൽ എന്ന് പറയുന്നത് മീഡിയം ഗ്രെയിൻഡും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഫാബ്രിക്. ഈ ഫാബ്രിക് എന്ന് പറയുന്നത് ആക്ച്വലി കോമ്പോസിറ്റ് ടേം ആണ്. അത് ആക്ച്വലി റിലേറ്റീവ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. റിലേറ്റീവ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മിനറൽസിന്റെ ഗ്രെയിൻ സൈസിനെ റിലേറ്റീവ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ഫാബ്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് ഇക്വി ഗ്രാനുലാറും ഇക്വി ഗ്രാനുലാറും. ഇനി വാട്ട് ഈസ് ഇക്വി ഗ്രാനുലാർ? എല്ലാ കമ്പോണൻസും സെയിം സൈസ് ആണ്, അറൌണ്ട് സെയിം സൈസ് ആണെങ്കിലാണ് നമ്മൾ അതിനെ ഇക്വി ഗ്രാനുലാർ എന്ന് പറയുന്നത്. എല്ലാ കമ്പോണൻസും ഡിഫറെന്റ് സൈസ് ആണെങ്കിൽ നമ്മൾ ഇൻ ഇക്വി ഗ്രാനുലാർ എന്ന് പറയും. ഓക്കെ, സോ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഗ്രാനുലാരിറ്റി തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, പക്ഷെ റിലേറ്റീവ് ഗ്രാനുലാരിറ്റി ആണെന്ന് മാത്രം. സോ ബേസ്ഡ് ഓൺ ദീസ് 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ടെക്സ്ചർ പറയുന്നത്, അല്ലെങ്കിൽ ടെക്സ്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്ചേഴ്സ്? നേരത്തെ പറഞ്ഞു ഇക്വി ഗ്രാനുലാർ, ഇൻ ഇക്വി ഗ്രാനുലാർ, ഡിറക്റ്റീവ്, ഇന്റർഗ്രോത്ത് ആൻഡ് ഇന്റർഗ്രാനുലാർ. സോ ഇഗ്നീഷ്യസ് റോക്സിന്റെ ടെക്സ്ചർ നമുക്ക് ഈ 5 കാറ്റഗറീസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റോക്കിന്റെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിനും സെയിം സൈസ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റിക് ടെക്സ്ചർ എന്ന് പറയും. അതിൽ കോഴ്സ് ഗ്രെയിൻഡ് അല്ലെങ്കിൽ മീഡിയം ഗ്രെയിൻഡ് ആയിരിക്കും, ലൈക്ക് ഗ്രാനൈറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇൻ ഇക്വി ഗ്രാനുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിനും ഓരോ സൈസ് ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ വരുന്നതാണ് പോറിഫെറിറ്റിക് ടെക്സ്ചറും പോയ്ക്ലിറ്റിക് ടെക്സ്ചറും എന്ന് പറയും. പോറിഫെറിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? Few large sized crystals will be embedded in fine grained mass. Polyclitic texture of presence of fine grained crystals within the body of a large sized crystal. എന്ന് പറഞ്ഞാൽ പോറിഫെറിക്കിൽ കണ്ടോ, ഫൈൻ ഗ്രൈൻഡിന്റെ ഇടയ്ക്കാണ് വലിയ കോഴ്സ് ഗ്രൈൻഡ് വന്ന് കയറിയിരിക്കുന്നത്. മറ്റതോ നിറയെ കോഴ്സ് ഗ്രൈൻഡ് ആയിരിക്കും, അതിന്റെ ഇടയിലായിരിക്കും ഫൈൻ ഗ്രൈൻഡ് വന്ന് ഇരിക്കുന്നത്. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആയി പോകരുത്. ഫൈൻ ഗ്രൈൻഡിന്റെ ഇടയിൽ മെജോറിറ്റി ഫൈൻ ഗ്രൈൻഡ് ആയിരിക്കും, അതിന്റെ ഇടയിൽ കോഴ്സ് ഗ്രൈൻഡ് വന്നിരിക്കുന്നതിനെയാണ് നമ്മൾ പോർഫെറിറ്റിക് ടെക്സ്ചർ എന്ന് പറയുന്നത്. മറ്റത് നേരെ തിരിച്ചായിരിക്കും, മെജോറിറ്റി കോഴ്സ് ഗ്രൈൻഡ് ആയിരിക്കും, അതിന്റെ ഇടയിലായിരിക്കും ഈ ഫൈൻ ഗ്രൈൻഡ് വന്ന് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ഇക്വിയാങ്കുലാർ ടെക്സ്ചറിന്റെ അകത്ത് തന്നെ വരുന്ന 2 ടെക്സ്ചറിന്റെ കാര്യമാണ് പറഞ്ഞത്. മൂന്നാമത് വരുന്നതാണ് ഡിറക്റ്റീവ് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഡിറക്റ്റീവിന്റെ പേരിൽ തന്നെ മനസ്സിലായി, ആ ടെക്സ്ചർ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ദ റിസൾട്ട് ഓഫ് ഫ്ലോ ഓഫ് മാഗ്മ ഒരു ഡിറക്ഷനിലായിരിക്കുമല്ലോ ഒഴുകിക്കൊണ്ടിരുന്നത്. സോ നമുക്ക് ആ ഒരു ടെക്സ്ചർ എടുത്ത് നോക്കുമ്പോൾ മാഗ്മയുടെ ഡിറക്ഷൻ ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ഡിറക്ഷൻ മനസ്സിലാവും. ആ ഒരു രീതിയിലാണ് ആ ടെക്സ്ചർ ഇരിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ട്രക്കിറ്റിക് ടെക്സ്ചറും ട്രക്കൈറ്റോയിഡ് ടെക്സ്ചറും എന്നും പറയുന്നത്. ഓക്കെ, സോ ഈ ടെക്സ്ചേഴ്സിന്റെ അകത്ത് തന്നെ വരുന്നതിന് അത്ര ഇതില്ല, ജസ്റ്റ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ഓർത്തോർത്ത് പോവാം. പിന്നെ വരുന്നതാണ് ഇന്റർഗ്രോത്ത് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇന്റർഗ്രോത്തിൽ എന്താന്ന് പറഞ്ഞാല് ഈ റോക്കിന്റെ ഫോർമേഷൻ ഉള്ള സമയത്ത് 2 അതിൽ കൂടുതലും മിനറൽസ് എന്ത് ചെയ്യും, സൈമൾട്ടേനിയസ്ലി ക്രിസ്റ്റലൈസ് ഔട്ട് ആവും. ഓക്കെ, ഒരു ലിമിറ്റഡ് സ്പേസിന്റെ ഇടയിൽ. സോ അതിനെയാണ് ഒരു ഇന്റർഗ്രോത്ത് ടെക്സ്ചർ എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഗ്രാഫിക് ടെക്സ്ചറും ഗ്രാനോഫെറിക് ടെക്സ്ചറും. പിന്നെ ഫൈനൽ ആയിട്ട് വരുന്നതാണ് ഇന്റർഗ്രാനുലാർ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇന്റർഗ്രോത്തിന്റെ കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരു ഡിസ്റ്റർബൻസ് വന്നതാണ്. ഓക്കെ, ഇന്റർഗ്രോത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ 2 മിനറൽസ് ക്രിസ്റ്റലൈസ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ടെക്സ്ചറിനെയാണ് നമ്മൾ ഇന്റർഗ്രോത്ത് സ്ട്രക്ചർ എന്ന്
പറയുന്നത്, ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇനി ഇന്റർഗ്രാനുലാർ ടെക്സ്ചർ. ഇന്റർഗ്രാനുലാർ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽസ് നേരത്തെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അവർ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽസിന്റെ ഇടയ്ക്ക് പോളിഗണൽ അഥവാ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്പേസസ് വന്ന് കിടക്കും. ഓക്കെ, ആൻഡ് ഈ സ്പേസസിൽ എന്ത് പറ്റും? ഈ സ്പേസസിൽ വേറെ ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ നോൺ ക്രിസ്റ്റലൈൻ മിനറൽസ് വന്ന് ഓക്യുപ്പൈ ചെയ്യും. സോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ടെക്സ്ചറിനെയാണ് നമ്മൾ ഇന്റർഗ്രാനുലാർ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്റർ ലൈക്ക് രണ്ട് ക്രിസ്റ്റൽസിന്റെ ഇടയ്ക്ക് വേറൊരു ക്രിസ്റ്റൽ വന്നിട്ട് ഓക്യുപ്പൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്റർഗ്രാനുലാർ ടെക്സ്ചർ ഉണ്ടാവുന്നത്. സോ ടെക്സ്ചേഴ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ച 5 എണ്ണം ഓർത്ത് വെക്കുക. ഇക്വി ഗ്രാനുലാർ എല്ലാവർക്കും ഒരേ സൈസ് ആയിരിക്കും. ഇൻഇക്വിയില് ഡിഫറെന്റ് സൈസസ് ആയിരിക്കും. ഡിറക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്മയുടെ ഫ്ലോ കാണിക്കും. അതിന്റെ റോക്കിന്റെ ഫോർമേഷൻ ആകുന്ന സമയത്ത് നമ്മുടെ മാഗ്മയുടെ ഫ്ലോ നടക്കുന്ന ഒരു ഡിറക്ഷൻ നമുക്ക് ആ ടെക്സ്ചറിൽ കാണാൻ പറ്റും. പിന്നെ ഇന്റർ ഗ്രോത്ത്, രണ്ട് ക്രിസ്റ്റൽസ് ഒരേ സമയത്ത് രണ്ട് മിനറൽസ് ഒരേ സമയത്ത് ക്രിസ്റ്റലൈസ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെക്സ്ചർ ആണ്. പിന്നെ പറഞ്ഞത് ഇന്റർ ഗ്രാനുലാർ. Now coming on to structure of igneous rocks. Features of igneous rocks that are developed on a large scale in a body giving rise to conspicuous shapes or forms are termed as structures. So igneous rocks in different types of structures ആണ് കണ്ടുവരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവുന്നത്? ഒന്ന് ഡ്യൂ ടു ദി മൊബിലിറ്റി ഓഫ് മാഗ്മ. ഓക്കെ, മാഗ്മയുടെ മൂവ്മെന്റ് കാരണം, അല്ലെങ്കിൽ മാഗ്മയുടെ കൂളിംഗ് കാരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും നമുക്ക് ഈ ഡിഫറെന്റ് ടെക്സ്ചേഴ്സ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ടൈപ്സ് ഓഫ് ടെക്സ്ചേഴ്സിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെയിൻലി ബേസ്ഡ് ഓൺ ദ മൊബിലിറ്റി, കൂളിംഗ്. അത് അല്ലാണ്ട് വേറെ മിസ്ലേനിയസ് കാരണങ്ങൾ കാരണം വേറെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മിസ്ലേനിയസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ഡ്യൂ ടു മൊബിലിറ്റി ഓഫ് മാഗ്മ. ഈ മാഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ലിക്വിഡ് ഫോം ആണ്. ഓക്കെ, ദേ ആർ ഹൈലി വിസ്കസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൊബിലിറ്റിയും നല്ല ഹൈ ആണ്. സോ ദ മൊബിലിറ്റി ഓഫ് മാഗ്മ ഇസ് റെസ്പോൺസിബിൾ ഫോർ എ വെറൈറ്റി ഓഫ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, മൊബിലിറ്റി ഓഫ് മാഗ്മ കാരണം നമുക്ക് മെയിൻ ആയിട്ട് 5 സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലോ സ്ട്രക്ചേഴ്സ്. മാഗ്മയുടെ ഈ ഫ്ലോ കാരണം പാരലൽ ലൈൻസ് ഫോം ചെയ്യും ഈ ഇഗ്നീഷ്യസ് റോക്സിന്റെ പുറത്ത്. അതിനെയാണ് നമ്മൾ ഫ്ലോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ആ സ്ട്രക്ചർ ഉണ്ടായത്? മാഗ്മയുടെ മൊബിലിറ്റി കാരണമല്ലേ. സോ ഈ മാഗ്മയുടെ ഫ്ലോ കാരണം പാരലൽ ലൈൻസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ പാരലൽ സ്ട്രീക്സ് ഫോം ചെയ്യും ഈ റോക്കിന്റെ പുറത്ത്. അതിനെയാണ് നമ്മൾ ഫ്ലോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പില്ലോ സ്ട്രക്ചർ ആണ്. പില്ലോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഓവർലാപ്പിംഗ് പില്ലോ ലൈക്ക് സർഫസസ് ഉണ്ടാവും ഈ ഇഗ്നീഷ്യസ് റോക്സിന്റെ പുറത്ത്. ഓക്കെ, പില്ലോ പോലെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പില്ലോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Its upper surface gets solidified while lava beneath remains hot and capable of flowing. That is, പുറത്തൊരു ഹോട്ട് അല്ലെങ്കിൽ എന്താ പറയണ്ടേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈസ്ഡ് ഫോം ആണെങ്കിൽ അതിന്റെ ഉള്ളില് എന്തായിരിക്കും? ഹോട്ട് ലാവ ആയിരിക്കും ഉണ്ടാവുന്നത്, വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് മൂവിങ്. സോ ഫർദർ ഫ്ലോ ഇസ് ഓൺലി പോസിബിൾ വെൻ ദ ടോപ്പ് ലെയർ റപ്ചേഴ്സ്. നമ്മള് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, നമ്മള് ചോക്കോ ലാവ കേക്ക് എന്നൊക്കെ പറയില്ല, അതിന്റെ പുറത്ത് നല്ല കട്ടിയുള്ളതായിരിക്കും. നമ്മളത് പൊട്ടിച്ചു കൊടുക്കുമ്പോഴാണ് അതിന്റെ അകത്തുള്ള ചൂട് ചോക്ലേറ്റ് പുറത്തേക്ക് വരുന്നത്. ആ സെയിം കൺസെപ്റ്റ് ആണ് ഈ പില്ലോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പുറത്ത് നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു ക്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ അകത്ത് നല്ല ചൂട് ലാവ കാണും. ഈ പുറത്തുള്ള നല്ല ക്രസ്റ്റ് പൊട്ടുന്ന സമയത്താണ് അകത്തുള്ള ഈ ചൂട് ലാവയ്ക്ക് പുറത്തേക്ക് ഒഴുകാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് റോപ്പി ആൻഡ് ബ്ലോക്കി ലാവയാണ്. So these are developed in volcanic rocks due to different mobility. What is blocky lava?
highly viscous dry lava undergo very little movement after their eruption and before cooling. Their surfaces show broken and fragmented appearance. So ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. Okay. Viscosity വളരെയധികം കൂടിയ ഡ്രൈ ലാവയാണെങ്കിൽ അവർക്ക് അത്ര മൊബിലിറ്റി ഉണ്ടാവില്ലല്ലേ, അവർക്ക് ഒഴുകി പോവാൻ സാധിക്കില്ല. സോ ആ സമയത്ത് എന്താ, അവർ കൂളാവുമ്പോൾ ബ്ലോക്സ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലോക്കി ലാവ എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് റോപ്പി ലാവ? ഈ പടത്തുനിന്ന് തന്നെ മനസ്സിലാവും. ഇതേ കണ്ടോ, നമ്മുടെ കയറ് ചുരുട്ടി ചുരുട്ടി വെച്ചിരിക്കുന്ന പോലൊരു സ്ട്രക്ചർ. അതെപ്പോഴാണ് ഉണ്ടാവുന്നത്? മൊബിലിറ്റി ഒത്തിരി ഉള്ള ലാവയാണെങ്കിൽ നല്ലോണം ഒഴുകി പോവാൻ പറ്റും അല്ലേ. ആ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണിത് തണുക്കുന്നതെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നമുക്ക് ഇഗ്നീഷ്യസ് റോക്സ് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ റോപ്പി ലാവ എന്ന് പറയുന്നത്. ഈ ഒരു റിങ്കിൾഡ് ആയിട്ട് ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്, അതുകൊണ്ടാണ് റോപ്പി എന്ന് പേരുള്ളത്. പിന്നെ എന്താ വരുന്നത്? അടുത്ത് വരുന്നതാണ് സ്പിറോലിറ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. ഈ പേരും തന്നെ മനസ്സിലാവും, സംതിങ് റിലേറ്റഡ് ടു സ്പിയർ ആണ് അല്ലേ. ഇതിനകത്ത് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല് തിൻ മിനറൽ ഫൈബേഴ്സ് ഇങ്ങനെ കർവ്ഡ് ആയിട്ട് ഉള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇറ്റ് വിൽ അപ്പിയർ ആസ് ഇഫ് ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ആയിരിക്കുന്നതെന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാവും. ഈ പിക്ചറിൽ അത് നമുക്ക് നല്ലോണം മനസ്സിലാവും അല്ലേ. So it is distinguished by the presence of thin mineral fibers of various sizes arranged in a semi-perfect radial manner. കണ്ടോ, ഒരു റേഡിയൽ മാനറിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Okay, giving an impression that they all have a common center. So hyperbasalന്റെയും acidic volcanic rocksന്റെയും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് സ്പിറോലിറ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഓർബിക്കുലാർ സ്ട്രക്ചേഴ്സ്. സി, അതിന്റെ പുറത്ത് കണ്ടോ വട്ടം വട്ടം വട്ടമായിട്ട് നിൽക്കുന്നത്? ഇതിനെയാണ് നമ്മൾ ഓർബിക്കുലാർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റെയർ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ്. റോക്ക് മാസ് അപ്പിയേഴ്സ് ആസ് ഇഫ് കമ്പോസ്ഡ് ഓഫ് ബോൾ ലൈക്ക് അഗ്രിഗേഷൻസ്. ഈച്ച് ബോൾ കമ്പോസ്ഡ് ഓഫ് കോൺസെൻട്രേറ്റ് ഷെൽസ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. നമുക്ക് ആ കല്ല് കണ്ടാൽ തോന്നും അതിനകത്ത് ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു വട്ടം വട്ടമുള്ള കല്ലുകൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. ആ ഓരോ കല്ലിനകത്തും പിന്നെയും കോൺസെൻട്രേറ്റ് റിങ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മുടെ ഒരു സോളാർ പ്ലാന്റിൽ ഒരു ഓർബിറ്റ് പോലെയില്ലേ, സണ്ണും ഒക്കെ ബാക്കി പ്ലാന്റ്സിന്റെ ഓർബിറ്റ് പോലെയല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഓർബിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റെയർ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. സോ 5 സ്ട്രക്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇത് ഡെഫിനീഷൻ പഠിക്കുന്നതിനേക്കാളും നിങ്ങൾ സൈഡിലുള്ള പടം ഓർത്ത് വെച്ചാൽ മതി. പാരലൽ ആയിട്ട് വരുന്നത് ഫ്ലോ സ്ട്രക്ചേഴ്സ്. സി, ദിസ് ഈസ് ലൈക്ക് എ പില്ലോ വിത്ത് ഹോട്ട് മോൾട്ടൻ ഇൻസൈഡ്. ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നു, ബ്ലോക്കി ലാവ. കയറ് പോലെ ചുരുണ്ട് കിടക്കുന്നു, റോപ്പി ലാവ. പിന്നെതാ ഒരു സെമി പെർഫെക്റ്റ് ആയിട്ടുള്ള റേഡിയൽ സ്ട്രക്ചർ, ഒരു കോമൺ സെന്റർ ഉള്ളത്, അതിനെ സ്പിറോലിറ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നു. പിന്നെന്താ, ഓർബിറ്റ് പോലെ വട്ടം വട്ടമായിട്ട് കിടക്കുന്നതിന് ഓർബിക്കുലാർ സ്ട്രക്ചർ. സോ ഇതൊരു റെയർ ആണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണ്, എന്തിന്റെ കീഴിൽ വരുന്നതാണ്? ഇഗ്നീഷ്യസ് റോക്സിന്റെ മൊബിലിറ്റി കാരണമാണ് നമുക്ക് ഇത്രയും സ്ട്രക്ചേഴ്സ് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് സ്ട്രക്ചേഴ്സ് ഡ്യൂ ടു ദി കൂളിംഗ് ഓഫ് മാഗ്മയാണ്. So, structures due to cooling of magma. pen work ആയിട്ടോ. Okay, first വരുന്നതാണ് jointing structure. Cooling of magma results in the development of cracks. അല്ലേ, കൂളിംഗ് സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഷ്രിങ്ക് ചെയ്യുവാണ് അല്ലേ. സോ ഷ്രിങ്ക് ചെയ്യുമ്പോൾ എപ്പോഴും ക്രാക്സ് അല്ലെങ്കിൽ ജോയിന്റ്സ് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. These joints sometimes follow a definite pattern. For example, they may develop simply as horizontal set of joints quite closely spaced and dividing the rock into sheets. Okay, so e type of structure name jointing. So from the name itself we can understand it is something related to joints. So cool ena samayathu cracks allengile joints develop ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ jointing structure എന്ന് പറയുന്നത്. Okay, ആ joints നെ
ഏത് പാറ്റേണിൽ വേണോ അറേഞ്ച് ചെയ്ത് പോകാം. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിഫ്റ്റ് ആൻഡ് ഗ്രെയിൻ. It is due to the presence of various minute cracks in some minerals. Cracks are developed in both horizontal and vertical direction. The resulting structure is called a rift and grain. So, ഈ jointing structure മെയിൻ ആയിട്ട് horizontal cracks ആണ്, അല്ലെങ്കിൽ horizontal joints ആയിരിക്കും ഉണ്ടാവുക. റിഫ്റ്റ് ആൻഡ് ഗ്രെയിനില് ഹൊറിസോണ്ടലി മാത്രമല്ല റോക്കിന്റെ വെർട്ടിക്കലിയും ക്രാക്സ് ഫോം ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാല് റോക്സിൽ ഉണ്ടാവുന്ന മിനറൽസ് ഇല്ലേ, ആ മിനറൽസിന് ചിലപ്പോൾ മൈന്യൂട്ട് ക്രാക്സ് ഉണ്ടാവും. ഓക്കെ, മിനറൽസ് ആണല്ലോ ഇന്റേർണലി ഒരു റോക്കിനകത്തുള്ളത്. സോ മിനറൽസിലെ ക്രാക്സ് കാരണമാണ് ഇൻ അഡീഷൻ ടു ഹൊറിസോണ്ടൽ ക്രാക്സ് വെർട്ടിക്കൽ ജോയിന്റ്സ് അഥവാ വെർട്ടിക്കൽ ക്രാക്സും കൂടി ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ റിഫ്റ്റ് ആൻഡ് ഗ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയും. വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ക്രാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റിഫ്റ്റ് ആൻഡ് ഗ്രെയിൻ എന്ന് പറയും. ഇനി പിന്നെ വരുന്നതാണ് vesicular structures. എന്താണ്? Cavities are produced in the rock mass during cooling and crystallization process due to the escape of gases. The cavities remain as empty spaces even the entire mass is cooled down. Then the resulting structure is known as vesicular structure. പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. കൂൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ഹോട്ട് ലാവേന്റെ അകത്ത് ഇഷ്ടംപോലെ ഗ്യാസസ് കാണും അല്ലേ? ഈ ഗ്യാസസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. സോ ഗ്യാസസ് ഓൾറെഡി ഒക്യുപ്പൈ ചെയ്തിരുന്ന സ്പേസ് എന്താവും? വേക്കൻറ്റ് ആവും. സോ ഇതിന്റെ കൂടെ കൂൾ ആവുന്ന സമയത്ത് അവിടെ അത്രയും ഒരു ക്യാവിറ്റി ഉണ്ടാവും. അങ്ങനത്തെ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഏതാണ്ട് കുറച്ച് ഹോളോ ടൈപ്പ് പോലെ ഇരിക്കും, അകത്ത് അവിടെ ഇവിടെയൊക്കെ ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും. ഇനി ഫൈനൽ വൺ ആണ് മിയറോളിറ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. സി വെസ്കുലാറിൽ പറഞ്ഞു ഗ്യാസസ് സിംപ്ലി എസ്കേപ്പ് ചെയ്യുമ്പോൾ ക്യാവിറ്റി ഫോം ചെയ്യും. അങ്ങനത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ വെസ്കുലാർ എന്ന് പറയുന്നത്. മിയറോളിറ്റിക് സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ ഗ്യാസസ് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ക്യാവിറ്റിനകത്ത് ചിലപ്പോൾ വോളറ്റൈൽ കമ്പോണൻസ് കയറിയിരിക്കും. ഈ വോളറ്റൈൽ കമ്പോണൻസ് കയറിയിരിക്കുന്ന കാരണം ആ ക്യാവിറ്റി ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ക്യാവിറ്റിനകത്ത് വോളറ്റൈൽ കമ്പോണൻസ് ഉണ്ടല്ലോ, എന്നിട്ട് ആ ഒരു ക്യാവിറ്റിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ റെയർ മിനറൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ മിയറോളിറ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഡ്യൂ ടു ദി കൂളിംഗ് മെയിൻ ആയിട്ട് 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്: ജോയിന്റിങ്, റിഫ്റ്റ് ആൻഡ് ഗ്രെയിൻ, വെസിക്കുലാർ ആൻഡ് മിയറോളിറ്റിക് സ്ട്രക്ചേഴ്സ്. സോ നമ്മൾ ഇഗ്നീഷ്യസ് റോക്സിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ഇഗ്നീഷ്യസ് റോക്സ് ആണ്. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂട്ടോണിക് റോക്കിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ. സോ ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ ഇഗ്നീഷ്യസ് റോക്ക് ആൻഡ് ഇറ്റ് ഈസ് ലൈറ്റ് കളേർഡ്. എന്താണ് അതിന്റെ കമ്പോസിഷൻ വരുന്നത്? ക്വാർട്സ് ആൻഡ് ഫെൽസ്പാർ. ഇഗ്നീഷ്യസ് റോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന മിനറൽ കണ്ടന്റ് അല്ലേ ഫെൽസ്പാർ, ക്വാർട്സ്, ആംഫിബോൾ എന്നൊക്കെ പറയുന്നത്. സോ ക്വാർട്സും ഫെൽസ്പാറും ആണ് മെയിൻ ആയിട്ട് ഗ്രാനൈറ്റിൽ ഉണ്ടാവുന്നത്. വാട്ട് ഈസ് ദ ടെക്സ്ചർ? ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് യൂഷ്വലി മീഡിയം കോഴ്സ് ടു മീഡിയം ഗ്രൈൻഡ് ആണ്. കാരണം പ്ലൂട്ടോണിക് ആയതുകൊണ്ട് അതിന്റെ സൈസ് യൂഷ്വലി 5 mm ആയിരിക്കും പോവുക. സോ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ കോഴ്സ് ടു മീഡിയം ഗ്രൈൻഡ് ആണ്. ഹോളോ ക്രിസ്റ്റലൈനും അഥവാ ഇക്വി ഗ്രാനുലാറും ആയിരിക്കും ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാനൈറ്റ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇതിന്റെ പേര് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി: മസ്കവൈറ്റ്, ബയോടൈറ്റ്, പിന്നെ മസ്കവൈറ്റ് ബയോടൈറ്റ് അല്ലെങ്കിൽ ഹോൺ ബ്ലെൻഡ്. ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് നല്ലോണം ഓർമ്മ കാണും, കാരണം മൊഡ്യൂൾ 3 നമ്മൾ ഈ മസ്കവൈറ്റ്, ബയോടൈറ്റ്, ഹോൺ ബ്ലെൻഡിനൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, മസ്കവൈറ്റ് കണ്ടന്റ് ഉള്ളതിനെ മസ്കവൈറ്റ് എന്ന് പറയും. ബയോടൈറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഗ്രാനൈറ്റ്സ് ഉണ്ട്. ഹോൺ ബ്ലെൻഡിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഗ്രാനൈറ്റ്സ് ഉണ്ട്. ഇനി ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്സ് ഒക്കറൻസ്. ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സോ ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദി എർത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ആണ് ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. കോമൺ ടൈപ്പ് ആവുന്ന എപ്പോഴാണ്? നമ്മുടെ എർത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കാണുമ്പോഴാണ് നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ സാധനം കോമൺ ആണെന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ഇസ് എ പ്ലൂട്ടോണിക്
rock. It is found at very high depth ആണിത് കാണപ്പെടുന്നത്. Its occurrence on the surface of the earth depends upon the weathering and erosion of the overlying strata. See, plutonic rocks ഒത്തിരി ഡെപ്തിന് താഴെ ആയതുകൊണ്ട് തന്നെ ഈ റോക്സിന് വെതറിങ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മേളിൽ കിടക്കുന്ന സ്ട്രാറ്റയൊക്കെ വെതറിങ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ ഈ റോക്സ് സർഫസിലേക്ക് എക്സ്പോസ്ഡ് ആവത്തുള്ളൂ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹൗ ടു ഐഡന്റിഫൈ ഇഗ്നീഷ്യസ് റോക്ക്? ഇഗ്നീഷ്യസ് റോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അയണും മാഗ്നീഷ്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ലൈറ്റ് കളേർഡ് ആയിരിക്കും. പിങ്കോ ബ്രൗണോ യെല്ലോയിഷ് ഒക്കെ ആയിരിക്കും ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കോഴ്സ് ഗ്രെയിൻഡ് മീഡിയം ഗ്രെയിൻഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ ക്വാർട്സും ഫെൽസ്പാറും ഉണ്ടായിരിക്കും. ഇതൊരിക്കലും മറക്കരുത്, അബണ്ടൻസ് ഓഫ് ക്വാർട്സ് ആൻഡ് ഫെൽസ്പാർ. ഗ്രാനൈറ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, നമ്മൾ ഫ്ലോറിങ്ങിന് വേണ്ടിയും പിന്നെ എന്തെങ്കിലും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് യൂസ് ചെയ്യൂലേ? യൂസ് ചെയ്യും. Now what is the origin? It is formed from pre-existing rocks by granitization. ഓക്കെ, അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മാഗ്മ താഴെ ഇരുന്ന് കൂളായിട്ടല്ലേ ഉണ്ടാവുന്നത്? അങ്ങനെ പറഞ്ഞാലും മതി. ഇനി വി ഹാവ് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. ഗ്രാനോ ഡിയോറൈറ്റ്സും അഡമലൈറ്റും. ഇത് പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു നോട്ട് പോലെ ഓർത്ത് വെച്ചാൽ മതി, വേണമെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, മൗസ് വെച്ച് എഴുതുന്നോണ്ടാട്ടോ ഇത്രയും വൃത്തികേടാവുന്നത്. സോ ഗ്രാനൈറ്റിനെ പറ്റി പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ തന്നെ പോയിന്റ്സ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗ്രാനൈറ്റ്, ഓക്കെ, പ്ലൂട്ടോണിക് നേരത്തെ പഠിച്ചത്. സോ പ്ലൂട്ടോണിക്കിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ഓൾറെഡി ആദ്യം പഠിച്ചതാണ്. സോ ഗ്രാനൈറ്റിനെ ഒന്നും എഴുതാൻ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലൂട്ടോണിക് റോക്സിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. കാരണം പ്ലൂട്ടോണിക് റോക്കിന്റെ എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. ഒന്നും ഓർമ്മ വന്നില്ലെങ്കിൽ മാത്രം കേട്ടോ. ഇതൊക്കെ എന്തായാലും ഓർത്ത് വെക്കുക. ഹോളോ ക്രിസ്റ്റലൈൻ ആണ്, ഇക്വി ആംഗുലർ ആണെന്നൊക്കെ കാര്യം ഓർത്ത് വെക്കുക. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഇഗ്നീഷ്യസ് റോക്കിൽ വരുന്ന എക്സാമ്പിൾ ആണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ബസാൾട്ട് ഇതിന്റെ എക്സാമ്പിൾ ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബസാൾട്ട് എന്ന് പറയുന്നത് ഏതാ? വോൾക്കാനിക് റോക്കിന്റെ എക്സാമ്പിൾ ആയിരുന്നില്ലേ? ബസാൾട്ട് എന്ന് പറയുന്നത് വോൾക്കാനിക് റോക്കിന്റെ എക്സാമ്പിൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബസാൾട്ട് ഒന്നും പറയാണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ലാവയുടെ റാപ്പിഡ് കൂളിംഗ് കാരണമാണ് ഈ ബസാൾട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ക്രിസ്റ്റലൈസേഷന് പ്രോപ്പർ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ബസാൾട്ട് റോക്ക് ഫൈൻ ഗ്രെയിൻഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഓഷൻ ഫ്ലോറിന്റെ താഴെയും വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നതുകൊണ്ട് ഓക്കെ, ഓഷൻ ഫ്ലോറിന്റെ താഴെയും നമുക്ക് ലാവ പുറത്തേക്ക് ഒഴുകി വന്ന് റാപ്പിഡ് ആയിട്ട് കൂളാവും. അതുകൊണ്ട് തന്നെ ബസാൾട്ട് നമുക്ക് ഓഷ്യാനിക് ഫ്ലോർസിലും കാണപ്പെടും. കണ്ടോ? എന്തെങ്കിലും നമുക്ക് ബസാൾട്ടിനെ പറ്റി സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യമില്ല. വോൾക്കാനിക് റോക്കിന്റെ കാര്യം തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ കമ്പോസിഷൻ എന്താ വരുന്നത്? മെയിൻ ആയിട്ട് ഫെൽസ്പാറിൽ തന്നെ എനോർത്തൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അതിനകത്ത് എന്തൊക്കെ കാണും? ഹോൺബ്ലെൻഡ് കാണും, ബയോടൈറ്റ് കാണും. ഓക്കെ, ദെൻ ഫെറോ മാഗ്നീഷ്യൻ മിനറൽസ് ഒക്കെ കാണും. സോ ഒക്കറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഓഷ്യാനിക് ഫ്ലോർസിൽ കാണും. പിന്നെ ഡെക്കാൻ ഡ്രാപ്സ് കാണും. ഓക്കെ, ഈ ബസാൾട്ട് റോക്സ് എപ്പോഴും നമുക്ക് എർത്തിന്റെ സർഫസിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. പക്ഷെ ഗ്രാനൈറ്റ് എവിടെ ആയിരിക്കും? പ്ലൂട്ടോണിക് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി പ്രസന്റ് അറ്റ് ഗ്രേറ്റർ ഡെപ്ത്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെഡിമെന്ററി റോക്സിനെ പറ്റിയാണ്.